Hi everyone, welcome to I Plus Training Solution. ഇതൊരു ഗോൾഡൻ ക്ലാസ് ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് റിലേറ്റഡ് ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പോകുന്നത്, അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് കേരള ബാങ്കിനും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനും സെയിം സിലബസ് ആണ്. മാത്രവുമല്ല ഈ സിലബസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു PYQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് സെപ്റ്റംബർ 5 PSC കണ്ടക്ട് ചെയ്ത JCIയുടെ എക്സാംസ് ആണ്. അത് പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലവർക്ക് അതെന്താ, ചില സമയത്ത് നമ്മൾ പറയില്ലേ, ചിലവർക്ക് ശരിയാകും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത് പോലെ ചില കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അത് സിമ്പിൾ ആയിരുന്നു, ചിലവർക്ക് അത് ഇത്തിരി ടഫായിട്ട് തോന്നി. അങ്ങനെയൊക്കെ പോകുന്നു. കമൻസുകൾ നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കേരള ബാങ്ക് ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കണേണല്ലേ, അപ്പം അതിൻ്റെ ഒരു ഫോമാറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, റെഡി ആയിട്ട് നിൽക്കുക. അപ്പം നമുക്ക് പറയുമ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത ഇൻഫർമേഷൻസ് ഒക്കെ എൻ്റെ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് പോകുക. ഇൻ കേസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിനെ ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാമല്ലോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. JCയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ തന്നെ ഒരു നമ്മുടെ മൈൻഡ് റീഡിങ് നടത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതല്ലേ. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചത് എന്താണ്, ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ. തെറ്റായ ആൻസർ ആണ്. പലരും എക്സാമിന്റെ ആ സമയത്തുള്ള ഒരു പേടി മൂലം കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ള എന്തുണ്ടാവും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. എനിക്കും PSC എക്സാം എഴുതിയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇൻകറക്റ്റ് എന്ന് ഞാൻ വായിക്കും, എന്നിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഞാൻ ചോദിക്കും ഇതെല്ലാം കറക്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും മാർക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നല്ല പവർഫുൾ മൈൻഡിൽ തന്നെ വായിക്കുക. അപ്പോൾ ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റീഡ് ചെയ്യാം. ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് തെറ്റായ ആൻസർ ആയിരിക്കണം. ഇനി നോക്കാം. The following are the common points between cooperative society and the capitalist concern. അതായത് രണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ക്യാപിറ്റലിസ്റ്റിക് സിസ്റ്റവും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ആൻസർ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചൂസ് ചെയ്യാൻ. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, cooperation and capitalism uses labor and other factors and obtain at very low price. അതായത് കോപ്പറേഷനിലും ക്യാപിറ്റലിസത്തിലും ലേബറിനെ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതർ ഫാക്ടേഴ്സ് മീൻസ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ റിസോഴ്സസ് ഒക്കെ ആയിരിക്കാം. അതും എന്ത് ചെയ്യുന്നു, വെരി ലോ പ്രൈസസിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഒബ്റ്റെയിൻ യൂസ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആണോ ഇല്ലയോ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്ക്. കറക്റ്റ് ആണല്ലേ. കാരണം കോപ്പറേഷനിലും ലേബർ യൂസ് ചെയ്യുന്നുണ്ട്, വെരി ലോ പ്രൈസിലാണ്. കാരണം അവിടുത്തെ മെയിൻ മോട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ മേക്കിംഗ് പ്രോഫിറ്റ് അല്ല, റെൻഡർ സർവീസ് ആണല്ലേ. സർവീസസ് മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഇന്റൻഷനാണ് കോപ്പറേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ലേബറും അതർ ഫാക്ടേഴ്സ് ഒക്കെ മെയിൻ ആയിട്ട് ലോ പ്രൈസസിൽ മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് ടൈം ക്യാപിറ്റലിസ്റ്റിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരും എന്താണ്, എക്സ്പ്ലോയിറ്റിംഗ് മാക്സിമം പ്രോഫിറ്റ് ആണ് അവരുടെ എയിം. അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യും, ലേബേഴ്സിനെയും ഫാക്ടേഴ്സിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർ ശ്രദ്ധിക്കും. അത് അവർക്ക് കുറഞ്ഞ വേതനം കൊടുത്തുകൊണ്ട് ഇവരെന്ത് ചെയ്യും, കൂടുതൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നല്ല, അങ്ങനെയാണ് ആ സിസ്റ്റം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കി. അങ്ങനെ ലേബേഴ്സും ഫാക്ടേഴ്സും വെരി ലോ പ്രൈസസിൽ കോപ്പറേഷനിലും ക്യാപിറ്റലിസ്റ്റിലും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്, ബോത്ത് എംപ്ലോയി എക്സിക്യൂട്ടീവ് ആൻഡ് പേ ദം. അതായത് എക്സിക്യൂട്ടീവ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ലതായിട്ടുള്ള പേയ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോപ്പറേഷനിലും ക്യാപിറ്റലിസ്റ്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ യൂസ് ചെയ്യും, അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള പേയ്മെന്റും പ്രൊവൈഡ് ചെയ്യും. ഇനി തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ബോത്ത് ഡിപ്പെൻഡ് ഓൺ ബിസിനസ് എഫിഷ്യൻസി. കറക്റ്റ് ആണല്ലേ. നമ്മുടെ കോപ്പറേഷൻ ആണെങ്കിലും ക്യാപിറ്റലിസം ആണെങ്കിലും എന്ത് ബിസിനസ് ആണോ അവർ കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ എഫിഷ്യൻസി അനുസരിച്ചിരിക്കും അവരുടെ ഡിപ്പെൻഡൻസ്, സൊസൈറ്റിയിൽ അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ മൂന്ന് കാറ്റഗറിയിലും വരാത്ത ഐറ്റംസ് ആണ് ഫോർത്ത് ചോയ്സ് ആയിട്ട് അവർ തന്നിരിക്കുന്നത്, നൺ ഓഫ് ദ എബവ് ആയിട്ട്.
ഇപ്പൊ കിട്ടിയോ? 3 പോയിന്റ്സ് റിലേറ്റഡ് ആയിട്ട് തന്നു, ഒരെണ്ണം ഇതൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. 1 ഓൺലി, ബി സെക്ഷൻ 2 and 3 ഓൺലി, സി പറഞ്ഞിരിക്കുന്നത് 2, 3, 1 ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഡിയിൽ പറഞ്ഞിരിക്കുന്നത് 4 മാത്രമാണ് ശരിയെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തത് എന്താണ്? ഫസ്റ്റത്തെ കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ കട്ട് ചെയ്യാം അല്ലെ. എ അല്ല ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ബി ആണ്. അതിൽ രണ്ടാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടിന്റെയും കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് ബിയും കട്ട് ചെയ്ത് കളയാം. ഇനി പറഞ്ഞിരിക്കുന്നതാണ് 1, 2, 3. അത് തന്നിരിക്കുന്ന ഫോർമാറ്റ് നിങ്ങൾ കണ്ടില്ലേ? അത് നിങ്ങളെ ചതിക്കാനുള്ള ഒരു പോയിന്റ് ആണ്. അത് നിങ്ങൾ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു കെണി. കാരണം 2, 3 കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ മൈൻഡ് റീഡ് ചെയ്യുന്നത് എന്തായിരിക്കും? 2, 3, 4 എന്നല്ലേ. എന്നിട്ട് അവസാനം തന്നിരിക്കുന്നത് എന്താ? 2, 3 and 1 എന്ന്. അപ്പൊ പോയിന്റ് സിയിൽ വരുന്നത് എന്താണ്? 1, 2, 3 ആണ്. അത് 1, 2, 3 തരാതെ അവര് 2, 3, 1 എന്ന് തന്നിരിക്കുന്നു. അപ്പൊ ഈ 3 പോയിന്റും എന്താണ്? കറക്റ്റ് ആണ്. പിന്നെ നാലാമത്തെ ഓപ്ഷൻ, ദാറ്റ് മീൻസ് ഡി ഓപ്ഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് നൺ ഓഫ് ദ എബവ് ആണ്. നിങ്ങൾക്ക് ഇത്രയും ഈ നമ്മുടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്നും പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്നും നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മൈൻഡിൽ പറഞ്ഞു വെച്ചോ. ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയേക്കണം നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോയാലോ? ആൻസർ എന്താ കിട്ടിയിരിക്കുന്നത്? ഡി ആണ്, 4 ഓൺലി ആണ് അല്ലെ. എത്ര പേര് ആൻസർ ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ട്? നമ്മൾ നേരിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് എനിക്ക് നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസർ, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച ആൻസർ എന്താണോ അത് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കോമൺ ഡിഫറൻസ് നമ്മളിത് നോക്കി. ചില സിമിലാരിറ്റീസ് ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് നോക്കാം അല്ലെ. അത് ഞാൻ പറയുന്നതൊന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് പോവുക. മെയിൻ ആയിട്ട് 3 സിമിലാരിറ്റി ആണ് കോർപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിൽ പറയുന്നത്, ഒരേപോലെയുള്ളത്. ഫസ്റ്റത്തത് കോർപ്പറേഷൻ ഈസ് റീഫോംഡ് ഫോം ഓഫ് ക്യാപിറ്റലിസം. അതായത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്? കോർപ്പറേഷൻ ഉടലെടുത്തത്. രണ്ടും നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിൽ ഉണ്ടായിരുന്നു. രണ്ടും എന്തിനേക്കാൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ബിസിനസ് എഫിഷ്യൻസി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇത് രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ കോർപ്പറേഷനിലും നമ്മുടെ ക്യാപിറ്റലിസത്തിലും സ്റ്റേറ്റിന്റെ ഇന്റർഫിയറൻസ് അവർ ഇഷ്ടപ്പെടുന്നില്ല. അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു ഇടപെടലുണ്ടല്ലോ, അത് ആരും ഇഷ്ടപ്പെടുന്നില്ല. കോർപ്പറേഷൻകാരാണെന്നുണ്ടെങ്കിലും ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്ന കുത്തക മുതലാളികളാണെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഇഷ്ടപ്പെടുന്നില്ല. ഇത് രണ്ടിന്റെ ഒരു കോമൺ ആയിട്ടുള്ള സിമിലാരിറ്റി ആണ്. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഇനി സോഷ്യലിസത്തിലാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവിടെ കാണുന്നത് സോഷ്യലിന്റെ മീൻസ് സ്റ്റേറ്റിന്റെ ഇന്റർഫിയറൻസ് ആണ് സോഷ്യലിസത്തില്. പക്ഷേ ഈ ക്യാപിറ്റലിസത്തിലും കോർപ്പറേഷനിലും നമുക്കത് കാണാൻ കഴിയില്ല. അവർ അതിനെന്ത് ചെയ്യില്ല? എൻകറേജ്മെന്റ് കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ഇനി അങ്ങനെയും വരാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്കാരാണെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാമിൽ ഇങ്ങനെയും ചോദിക്കും. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പഠിക്കുന്നു അല്ല നോക്കേണ്ടത്, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ക്യാപിറ്റലിസം എന്താണ്, കോർപ്പറേഷൻ എന്താണെന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല അല്ലെ. ക്യാപിറ്റലിസം എന്താണെന്ന്, കോർപ്പറേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പോയിന്റ്സ് എടുത്തപ്പോൾ തന്നെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതും ഇൻകറക്റ്റ് ആൻസർ തന്നെ ചൂസ് ചെയ്യാനാണ് അല്ലെ. ചൂസ് ദി ഇൻകറക്റ്റ് ആൻസർ. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കോർപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം. അതും കോർപ്പറേഷനും ക്യാപിറ്റലിസമാണ്. ഇതൊക്കെ മൈൻഡ് റീഡിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ ട്രാപ്പിലാക്കാറുള്ളത് തന്നെയാണ്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കോർപ്പറേഷൻ ഈസ് പ്രൊട്ടക്ടിങ് ദ മെമ്പേഴ്സ് ഇൻട്രസ്റ്റ് whereas the capitalism is for protecting the shareholders interest. അതായത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ, കോർപ്പറേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസത്തിലെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ പറ, കറക്റ്റ് ആണോ തെറ്റാണോ? അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. ഇനി രണ്ടിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇൻ കോർപ്പറേഷൻ മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ബട്ട് ഇൻ ക്യാപിറ്റലിസം മെമ്പർഷിപ്പ് ഈസ് റെസ്ട്രിക്റ്റഡ്. അതായത് നമ്മൾ മെമ്പർഷിപ്പിന്റെ, കോർപ്പറേഷന്റെ പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് കോർപ്പറേഷന്റെ മെമ്പർഷിപ്പ് എന്താണ്? ഓപ്പൺ ആണ്. പക്ഷെ ക്യാപിറ്റലിസത്തിന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അത് റെസ്ട്രിക്റ്റഡ് ആണ്.
എല്ലാവർക്കും പെട്ടെന്ന് കൂട്ടിയൊന്നും മെമ്പർഷിപ്പ് കിട്ടില്ല. അപ്പൊ അതും അവിടെ നിൽക്കട്ടെ. നമുക്ക് ഫൈനൽ ആൻസർ പറയുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. ഇനി തേർഡിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? Administration of corporation is based on democratic principle where capitalism is its vested with a few people. അതായത് കോർപ്പറേഷന്റെ അഡ്മിനിസ്ട്രേഷൻ ബേസ് ചെയ്യുന്നത് എന്താ? ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. പക്ഷേ ക്യാപിറ്റലിസത്തില് കുറച്ച് ആൾക്കാരാണ് അവിടുത്തെ ഡിസിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഇത് മൂന്നുമല്ലാത്ത കാറ്റഗറിയാണ് ഓപ്ഷൻ 4 വരുന്നത്, നൺ ഓഫ് ദ എബോവ്. ഇപ്പൊ ഈ 4 തന്നിരിക്കുന്ന പോയിന്റ്സും എന്താണ്? മേജർ ഡിഫറൻസസ് ആണ്. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കോർപ്പറേഷൻ, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ക്യാപിറ്റലിസം. അത് കറക്റ്റ് ആണോ? അത് കറക്റ്റ് ആണ് അല്ലേ? കറക്റ്റ് ആണത്. ഇനി കോർപ്പറേഷനിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ആ പോയിന്റും ഇത് തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ്. ഇനി അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നോക്കുമ്പോഴും അതെന്താണ്? ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ വോട്ടിംഗ് അനുസരിച്ചിട്ട് തന്നെയാണ് കോർപ്പറേഷനിലെ അഡ്മിനിസ്ട്രേഷൻസ് നടക്കുന്നത്. ക്യാപിറ്റലിസം ആണെങ്കിൽ ഒരു കുറച്ച് അധികാരമുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും, ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, അവരായിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. 4ാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദ എബോവ്. ഇനി PSC തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 2 only, 1, 2 and 3, 1 and 3, D 4 only. നിങ്ങൾക്ക് പോയിന്റ്സ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിന്റെ മൈൻഡിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് നോക്കുക നിങ്ങൾ ഉദ്ദേശിച്ച ആൻസർ തന്നെയാണോ കിട്ടിയിരിക്കുന്നത് നോക്കാം. നമുക്ക് കറക്റ്റ് ആണോ എല്ലാവർക്കും? 4 തന്നെയാണ് കിട്ടിയത്. കിട്ടിയോ എല്ലാവർക്കും? അതെ, നിങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ട അതേ ആൻസർ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് അല്ലേ? അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റ്സും എന്താണ്? കോർപ്പറേഷനെയും ക്യാപിറ്റലിസത്തെയും സംബന്ധിച്ചിടത്ത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞത് ഇൻകറക്റ്റ് ആൻസർ ആണ്. നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. To the most appropriate answer regarding cooperation and socialism. PSC-കാരെ 2 കോർപ്പറേഷനും ക്യാപിറ്റലിസവും പിടിച്ചതിന് ശേഷം അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് കോർപ്പറേഷനും സോഷ്യലിസവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്കത് നോക്കാം. First point, cooperation and socialism aims at the welfare of the community. അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ നല്ല ഭാവിയാണ് കോർപ്പറേഷനും സോഷ്യലിസവും എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്, നോട്ട് ചെയ്ത് വെക്കുന്നത്. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോട്ട് ഇൻകറക്റ്റ് ആൻസർ അല്ല, മീൻസ് കറക്റ്റ് ആൻസർ ആണ് നമ്മളോട് മോസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഇനി ബോത്ത് ലൈ എംഫസിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതായത് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഈക്വലി ആണെന്നുള്ള ഒരു എംഫസിസിലാണ് അവരെന്ത് ചെയ്യുന്നത്? ലൈ ചെയ്യുന്നത് ഈ പറയുന്ന കോർപ്പറേഷനും സോഷ്യലിസവും. ഇനി തേർഡിൽ പറയുന്നത് എന്താണ്? ബോത്ത് ട്രൈ ഫോർ എലിമിനേറ്റിംഗ് ടു എവിൽ എഫക്റ്റ് ഓഫ് കോമ്പറ്റീഷൻ. ഈ കോർപ്പറേഷനും സോഷ്യലിസവും മെയിൻ ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ക്യാപിറ്റലിസ്റ്റിന്റെ കോമ്പറ്റീഷൻസിന്റെ എവിലിനെ, ആ പൈശാചികതയെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ് ഈ പറയുന്ന കോർപ്പറേഷനും സോഷ്യലിസവും വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 പോയിന്റ് കണ്ടു. 4ാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ 3 പോയിന്റും അങ്ങനെയാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കി നമ്മൾ കണ്ടു, കറക്റ്റ് ആണല്ലേ? ഇതുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി തന്നെയാണ് കോർപ്പറേഷന്റെയും സോഷ്യലിസത്തിന്റെയും എയിം. അതുപോലെ തന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഇവരുടെ റിഗാർഡിങ്ങിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻസിന്റെ എവിൽസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ നമുക്ക് ഇനി ഓപ്ഷൻസിലോട്ട് നോക്കാം. ഈ സ്ലൈഡിൽ തന്നെ ഇതിന്റെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എ 4 ആണ് തന്നിരിക്കുന്നത്. ഓൾ ഓഫ് ദ എബവ്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നാണ് ഓപ്ഷൻ എ വന്നിരിക്കുന്നത്. ബി വന്നിരിക്കുന്നതാണ് 2ഉം 3ഉം മാത്രമേ കറക്റ്റ് ഉള്ളൂ. വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി വരില്ല എന്ന അതന്നെ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി വരില്ല എന്നാണ് ബിയിൽ പറഞ്ഞിരിക്കുന്നത്. സിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3 കറക്റ്റ് ആണ്, 1 കറക്റ്റ് ആണ്, പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഇല്ല എന്നാണ് സിയിൽ പറഞ്ഞിരിക്കുന്നത്. അറ്റ് എ ടൈം ഡിയിൽ പറഞ്ഞിരിക്കുന്നതാണ് വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി മാത്രമേ കറക്റ്റ് ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഇതിലിപ്പോ നിങ്ങൾ വായിച്ചതിൽ നിന്നും എക്സ്പ്ലനേഷൻസിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ടുണ്ടാവും ഇതിന്റെ കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അത് തന്നെയാണോ നമുക്ക് നോക്കാമല്ലോ.
എന്റെ മനസ്സിലൊരു ആൻസർ വന്നിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആൻസർ എന്ത് തന്നെയാണ്? കറക്റ്റ് ആണല്ലേ? യെസ്, ഓൾ ഓഫ് ദ എബവ് ആണ്. അതായത് ഈ തന്നിരിക്കുന്ന 3 പോയിന്റ്സും കോർപ്പറേഷനെയും സോഷ്യലിസത്തെയും സംബന്ധിച്ച് എന്താണ്? കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പോയിന്റ്സിലോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോൾ ട്രേഡ് ബിസിനസ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. വാവ്, ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ? അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും PSCക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി വിട്ടൊരു കളിയില്ല മക്കളെ. കോപ്പറേറ്റീവ് സൊസൈറ്റിയും സോൾ ട്രേഡ് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസിൽ നിന്ന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദ മെയിൻ എയിം ഓഫ് സോൾ ട്രേഡർ ബിസിനസ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ് whereas cooperative society is to rent service to members. നോ ഡൗട്ട്, കറക്റ്റ് ആണല്ലേ? സോൾ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം മേക്കിംഗ് ഹൈ പ്രോഫിറ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എയിം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം സർവീസസ് മെമ്പേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കറക്റ്റ് അല്ലേ? ഇനി ബോത്ത് ഓർഗനൈസേഷൻ ലയബിലിറ്റീസ് അൺലിമിറ്റഡ്, അതൊന്ന് ആലോചിച്ച് നോക്കിയേ. കറക്റ്റ് ആവാൻ എവിടെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അതായത് ഒരു സോൾ ട്രേഡർഷിപ്പ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ലയബിലിറ്റി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് മസ്റ്റ് ആയിട്ട് കൊടുത്തു തീർക്കേണ്ട ബാധ്യത ആരുടെ കയ്യിലാണ്? അത് ആ സോൾ ട്രേഡർ തന്നെ വഹിക്കണം അല്ലെ? എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, എന്ത് വിറ്റുപറക്കിയിട്ടാണെന്നുണ്ടെങ്കിലും ആ ലയബിലിറ്റി അയാൾ തന്നെ പേ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് സോൾ ട്രേഡർ ബിസിനസിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് എന്ന് പറയാം. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ലയബിലിറ്റിയും എന്തായിരിക്കും? നിങ്ങൾ പറയടോ, കിട്ടുന്നില്ലേ? ബോത്ത് ഓർഗനൈസേഷൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന 2 ഓർഗനൈസേഷൻ ലയബിലിറ്റി അൺലിമിറ്റഡ് എന്നാണല്ലേ. പക്ഷെ സോൾ ട്രേഡറിന്റെ അൺലിമിറ്റഡ് ആണ്. പക്ഷെ മെമ്പറിന്റെ എത്ര മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ അതിന്റെ മാത്രമേ എന്തുള്ളൂ? ലയബിൾ ഉള്ളൂ. അപ്പൊ അത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആയിട്ട് വരൂ. നിങ്ങളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ആൻസർ മനസ്സിൽ കണ്ടുവെക്കണേ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി തേർഡിലോട്ട് നമുക്ക് പോകാം. എ സോൾ ട്രേഡർ cannot raise capital by issuing shares whereas cooperative societies capital is raised by issuing shares. കറക്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സോൾ ട്രേഡർ നടത്തുന്ന സോൾ ട്രേഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും അല്ലെ? സ്വയം സംരംഭകൻ എന്നൊക്കെ പറയില്ലേ മലയാളത്തില്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസിനസ്സുകാരൻക്ക് ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഷ്യൂ ചെയ്തിട്ട് അയാൾക്ക് ക്യാപിറ്റല് റെൻഡർ ചെയ്യാൻ പറ്റില്ല. അതൊരു കറക്റ്റ് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യാം? സൊസൈറ്റിയുടെ പേരിൽ അവർക്ക് ഷെയർസ് മെമ്പേഴ്സിന് ഇഷ്യൂ ചെയ്യാം. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റല് റൈസ് ചെയ്യാം. അപ്പൊ അതും എന്താണ്? കറക്റ്റ് പോയിന്റാ പറഞ്ഞിരിക്കുന്നത്. ഇനി 4th പോയിന്റ് പറഞ്ഞിരിക്കുന്നതാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും കറക്റ്റ് ആണെന്ന്. പക്ഷെ അവിടെ 2nd പോയിന്റ് നോട്ട് ചെയ്ത് വെച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഓപ്ഷൻസിലോട്ട് പോകാം. എന്തൊക്കെ ഓപ്ഷൻ തന്നിരിക്കുന്നത്? 2, 3, 4 ശരിയാണ്, 1 തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയിൽ പറഞ്ഞിരിക്കുന്നത് 2 മാത്രമേയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിയിൽ 1, 2, 3 എല്ലാം ഓൾ ഓഫ് ദ എബോവ് കറക്റ്റ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡിയിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പോയിന്റും 3rd പോയിന്റും എന്താണ്? കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഏതാണ് കറക്റ്റ് എന്നുള്ളത്. എന്നിട്ട് ആൻസർ മനസ്സിൽ വെച്ചോ. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവുകയാണ്. നിങ്ങൾ കറക്റ്റ് ആൻസർ ആണോ എന്ന് നോക്കുക. കറക്റ്റ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആൻസർ തന്നെയാണ്. 1ഉം 3യുമാണ്. ബോത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി അല്ല. അപ്പൊ നിങ്ങൾ ആ പോയിന്റ്സ് ഓർക്കുക. സോൾ ട്രേഡറിന്റെ അൺലിമിറ്റഡും കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിലത് എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റിയുമാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവുകയാണ്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് ഫ്രം ഗിവൺ ബിലോ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്നതിൽ നിന്ന് മോസ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ മെമ്പർഷിപ്പ്
pattern of cooperative societies are 25% drawn from different families. നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ മെമ്പർഷിപ്പ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 25 വ്യക്തികൾ കണക്റ്റഡ് അല്ലാത്ത ഡിഫറെന്റ് ഫാമിലീസിൽ നിന്നുള്ളതായിരിക്കണം എന്നുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മെമ്പർഷിപ്പ് പാറ്റേൺ ആണ് അല്ലേ. അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ്. ഇനി സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ റേസ് ഫണ്ട് ഫ്രം മെമ്പേഴ്സ്. കറക്റ്റ് ആണ് ബൈ ഇഷ്യൂയിങ് ഷെയർസ്. കോപ്പറേറ്റീവ്സിന് എന്ത് ചെയ്യാം? മെമ്പേഴ്സിൽ നിന്ന് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യാം. അതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. ഇനി തേർഡിൽ പറഞ്ഞിരിക്കുന്നതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രോഫിറ്റ്സ് ആർ ഷെയർഡ് ഈക്വലി എമംഗ് മെമ്പേഴ്സ്. അതും കറക്റ്റ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എന്താണ്? ഈക്വലി ആണ് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഫോർത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓൾ ഓഫ് ദി എബവ്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കുന്നു അല്ലേ. നന്നായിട്ട് പഠിച്ച പിള്ളേർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. അതുമല്ല ഒരു കണ്ടന്റ് വൈസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് എന്താ കവറപ്പ് ചെയ്യാൻ പറ്റുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതാണ് ഫസ്റ്റ് പോയിന്റ് മാത്രം കറക്റ്റ് ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നതാണ് 1ഉം 2ഉം കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ 3 വിട്ട് കളഞ്ഞു അല്ലെ. ഇനി സിക്കാർ പറഞ്ഞിരിക്കുന്നതാണ് ഇതൊന്നും ശരിയല്ല, ആകെ തേർഡ് പോയിന്റ് മാത്രം പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ കറക്റ്റ് ഉള്ളൂ എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഫോർത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഡി ഓപ്ഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണെന്ന്. നിങ്ങളുടെ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാവും. ഇന്നാ പിടിച്ചോ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവുകയാണ്. നിങ്ങളുടെ ആൻസർ തന്നെയാണെന്ന് നിങ്ങൾ ഒത്തു നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ തന്നെയല്ലേ? ഡി അല്ലേ? ഓൾ ഓഫ് ദ എബവ് തന്നെയല്ലേ കിട്ടിയത് അല്ലേ? ഒച്ചേ പറഞ്ഞ യെസ് എന്നുള്ളത് എനിക്ക് കേൾക്കുന്നില്ലല്ലോ. കറക്റ്റ്. നിങ്ങളൊക്കെ നല്ല സ്റ്റുഡൻസ് ആണ്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പിള്ളേരാണെന്നൊക്കെ അറിയാം അല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ദാറ്റ് മീൻസ് 6th ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും വീണ്ടും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് അല്ലേ. വാവ്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ. അതായത് PSC എക്സാം റോക്ക്ഡെയിൽ വിട്ടിട്ടുള്ള ഒരു കളിക്കും PSCക്കാരെന്തല്ല റെഡിയല്ല. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ നോക്കാം. ഫസ്റ്റ് സ്റ്റേജിലുള്ള കാര്യങ്ങളാണ് കേട്ടോ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളിൻ്റെത്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓപ്പൺ മെമ്പർഷിപ്പ് പറഞ്ഞിട്ടുണ്ട്, അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ട്രേഡിങ്ങും പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് അല്ലേ. ഇതിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഈ റോക്ക്ഡെയിലെ പ്രിൻസിപ്പിളിലെ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു 8 പ്രിൻസിപ്പിളാണ് നമ്മൾ ഓർഡറിൽ പഠിച്ചത് അല്ലേ. പിന്നീടുള്ള സെക്കൻഡ് സ്റ്റേജിലാണ് ഇത് ഡിവൈഡ് ചെയ്തത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന് ഓപ്പൺ മെമ്പർഷിപ്പ് വരുന്നുണ്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ വരുന്നുണ്ട്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്, പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് മനസ്സിലായി. അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ അല്ല, അവിടെ വരുന്നത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഓപ്പൺ മെമ്പർഷിപ്പ് വരും, ഡെമോക്രാറ്റിക് വരും, ക്യാഷ് ട്രേഡിംഗ് ഒക്കെ വരും അല്ലെ. നമുക്ക് അതൊക്കെ കട്ട് ചെയ്ത് കളയാലോ. പിന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. സോറി, ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് 1, 2, 3 പറഞ്ഞിട്ടുണ്ട്. ബിയിൽ പറഞ്ഞത് രണ്ടാമത്തത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. സിയിൽ പറഞ്ഞതാണ് 1, 3 and 4. ഡിയിൽ 1, 2, 3 and 4 ഓൾ ഓഫ് ദ എബവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അതിൽ തെറ്റ് തന്നിരിക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഉള്ളതല്ല. ഇപ്പൊ 1ഉം 3ഉം 4ഉം നമ്മൾ എടുക്കണം. ഞാൻ നേരത്തെ കട്ട് ചെയ്യാൻ പറഞ്ഞു, സോറി. ഇതിൽ നമ്മളോട് കണ്ടുപിടിക്കണ്ടോ? എനിക്കും തെറ്റിയത് കണ്ടോ? അതുപോലെ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവാം. അപ്പൊ നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് 1, 3, 4 ഓപ്ഷൻ ഉണ്ടാന്ന് നോക്കിയേ. 1, 3, 4 ഓപ്ഷൻ സി ഉണ്ടല്ലേ. അയ്യോ, ഞാൻ ആൻസർ ഫസ്റ്റ് പറഞ്ഞു പോയല്ലോ. നിങ്ങൾ ആൻസർ അതൊക്കെ മായ്ച്ചു കളഞ്ഞേക്ക്. നിങ്ങൾ ആൻസർ മൈൻഡിൽ വെച്ചോ. കറക്റ്റ് ആണെന്നോ? കറക്റ്റ്. ഓപ്ഷൻ സി 1, 3 and 4. ബോറടിപ്പിക്കുന്നില്ല. നെക്സ്റ്റിലോട്ട് പോകാം. സെവൻത്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അതും ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താ?
Why Rockdale is called pioneers of cooperative movement? എന്തുകൊണ്ടാണ് റോക്ക്ഡേലിനെ റോക്ക്ഡെയിൽ ആണ് കേട്ടോ പയനിയേഴ്സ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പയനിയർ എന്ന് പറയാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. They are responsible for organizing the first permanent successful cooperative store. എന്താ പറഞ്ഞിരിക്കുന്നത്? അവരാണ് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ വേൾഡില് പെർമനന്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടിട്ടാണ് അവരെ പയനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാം. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെക്കൻഡില് they succeed in giving a definite shape to the cooperative movement. കോപ്പറേറ്റീവ് മൂവ്മെന്റിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് പ്രൊവൈഡ് ചെയ്തത് റോക്ക്ഡെയിൽ പയനിയേഴ്സ് ആണ്. അതും കറക്റ്റ് പോയിന്റ് ആണ്. നമുക്കും അതും എടുക്കാം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട്. ഇനി തേർഡിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ഇൻഡിവിജ്വൽസ് ഇൻവോൾവ് were outstanding personalities. അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള പേഴ്സണെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതില് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് മെമ്പർഷിപ്പിൽ. അപ്പൊ അതും കറക്റ്റ് ആണ്. ഇനി their profits are shared equally among members. അത് മാത്രം എന്തായിരുന്നു? തെറ്റായിരുന്നു. അവര് പ്രോഫിറ്റ് ഷെയർ ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. അതായത് കുറച്ച് ശതമാനം എന്ത് ചെയ്യുന്നു? അവർ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു? നേരെ കുറച്ച് അവർ മാറ്റി വെച്ചിട്ട് മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ? മെമ്പേഴ്സിന് കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഈ റോക്ക്ഡെയിലിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൽ 3 നമുക്ക് കറക്റ്റ് ആണെന്ന് അറിയാം. 4th പോയിന്റ് മാത്രമേ നമുക്ക് സംശയമുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 3 only, 1 and 2 only, 1, 2, 3 only, 1, 2, 3 and 4 only. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. 4th മാത്രം ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഈക്വലി അല്ല, അത് മാത്രം തെറ്റാണ്. ബാക്കിയെല്ലാം എന്താണ്? മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് കറക്റ്റ് ആണ് സി. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റിലോട്ട് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. The essential principle of ICA second stage including the following. ഇനി നമ്മുടെ ICAന്റെ സെക്കൻഡ് സ്റ്റേജിൽ ഏതൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പൊ ICAയുടെ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് നമ്മുടെ റോക്ക്ഡെയിലിന്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള 8 പ്രിൻസിപ്പിളിനെ രണ്ടായിട്ട് ഡിവൈഡ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്നുള്ള ഇതിൽ അത് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് 4th പ്രിൻസിപ്പിൾ എസെൻഷ്യലും ദെൻ ആഫ്റ്റർ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നായിട്ട് 1937 എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ വന്നിരിക്കുന്നത് ഏതൊക്കെയെന്ന് നോക്കാം. ഓപ്പൺ മെമ്പർഷിപ്പ് ഉണ്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ ഉണ്ട്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പാട്രണേജ് ഡിവിഡൻഡ് ഉണ്ട്. ഇതെല്ലാം ഏതിൽ വരുന്നത് തന്നെയാണ്? നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് തന്നെയാണ് അല്ലെ. നമ്മൾ തെറ്റിക്കാനായിട്ട് ഓപ്ഷൻസ് എങ്ങനെയൊക്കെ എന്താന്നൊക്കെ നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്, 1, 2, 3, 4 പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കറക്ഷൻ ഉണ്ട്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതില് എനിക്കൊരു കറക്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ പാട്രണേജ് ഡിവിഡൻഡ് എന്നാണല്ലേ റീഡ് ചെയ്തത്. ഞാൻ എന്താണ് ഓപ്ഷൻസ് നോക്കിയപ്പോ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, മീൻസ് മിസ്മാച്ച് ആയിരിക്കുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ നോക്കിയത് 4th പോയിന്റ്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന എസെൻഷ്യലിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞ എസെൻഷ്യലും നോൺ എസെൻഷ്യലും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ എസെൻഷ്യൽ വരുന്ന ഫസ്റ്റ് 4 ആണ്. അതായത് അപ് ടു പാട്രണേജ് ഡിവിഡൻഡ്. ഞാൻ പി കണ്ടപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പാട്രണേജ് ഡിവിഡൻഡ് പറഞ്ഞു പോയതാണ്. സോറി. നിങ്ങൾ ഇതുപോലെയുള്ള മിസ്റ്റേക്സുകൾ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. അത് നമുക്ക് പറയാം. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ് ആണ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷന് പകരം വരേണ്ടത്. അപ്പൊ 4th പോയിന്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ 4th ഇല്ലാത്ത ഓപ്ഷൻസ് ഏതൊക്കെ ഉണ്ട് നോക്കി. 1, 2, 3, 4 ഉണ്ട്. എ, അപ്പൊ നമുക്ക് എ കട്ട് ചെയ്യാം. ബിയിൽ പറഞ്ഞിരിക്കുന്നത് 1ഉം 2ഉം 3 ഇല്ല, അപ്പൊ അത് കട്ട് ചെയ്യാം. സിയിൽ 1, 2, 3 പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാം. ഡിയിൽ പറഞ്ഞിരിക്കുന്നത് 3 and 2 ആണ്, അപ്പൊ നമുക്കതറിയാം 1 ഓപ്പൺ മെമ്പർഷിപ്പോട് കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ ആൻസർ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് നോക്കാം ആൻസർ സി തന്നെയാണ്.
കറക്റ്റ് ആണ്. സി തന്നെയാണ്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പാട്രണേജ് ഡിവിഡന്റ് പകരം അവർ നമുക്ക് എന്ത് തന്നു? പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ തന്നു അല്ലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടോ, 8ന്റെ പണിയായിട്ട് തന്നെ പ്രിൻസിപ്പിള് PSC കാര് വന്നത്. നെക്സ്റ്റിൽ അതായത് 8 ക്വസ്റ്റ്യൻസിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ചോദിച്ചപ്പോൾ അറ്റ് എ ടൈം നമ്മളെ എന്താ ചെയ്യാ കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ കണക്കാക്കിയിട്ട് അവര് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ തന്നു അല്ലെ. അതിൽ നോക്കാം. നെക്സ്റ്റ് റോക്ക്ടെയിലിന്റെ നെക്സ്റ്റ് അതായത് ഫസ്റ്റ് 4 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 4 പ്രിൻസിപ്പിൾസും നോൺ എസെൻഷ്യലിൽ വരുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെ നോൺ എസെൻഷ്യലും ഏതൊക്കെ നോൺ എസെൻഷ്യലും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നോൺ എസെൻഷ്യൽ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി വരും, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടഡ് ഗുഡ്സ് വരും, തേർഡ് ക്യാഷ് ട്രേഡിംഗ് വരും, ഫോർത്ത് പാട്രണേജ്ഡ് ഡിവിഡന്റ് വരോ ഇല്ലയോ? നിങ്ങൾ പറ. വരില്ല. അതിന് പകരം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ നിങ്ങളെ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാവും. 1, 2, 3 കറക്റ്റ് ഏതാണോ ഉള്ളത് അതായിരിക്കും നമ്മൾ ആൻസർ. ഏതാണ്? 1, 2, 3 ആൻസർ ബി ആണെന്ന് പറയുന്നു ഞാൻ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 2, 3 കറക്റ്റ് ആണ്, 1, 2, 3 കറക്റ്റ് ആണ്, 2, 4 കറക്റ്റ് ആണ്, 2, 3, 4 ഒന്നില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാട്രണേജ് ഡിവിഡന്റ് ഇല്ലാത്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ, വേഗം നോക്കി പറഞ്ഞേ. അത് ബി ആണല്ലേ. നോക്കാം നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന്. പോകാം. അതെ, കറക്റ്റ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. പാട്രണേജ് ഡിവിഡന്റ് അല്ല വരേണ്ടത്, അതിന് പകരം അവിടെ വരേണ്ടത് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. 10th ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ICAയുടെ ലാസ്റ്റ് സ്റ്റേജ് ആയ മാഞ്ചസ്റ്ററിൽ നടന്ന ഐവാൻ മക്പേഴ്സൺ, കാനേഡിയനായ ഐവാൻ മക്പേഴ്സൺ കണ്ടക്ട് ചെയ്ത ICA 1995 ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന്. ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. മെമ്പറിന്റെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, ഫൈനലി കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇനി ഇതിനെ സംബന്ധിച്ച് ഫസ്റ്റ് ഞാൻ പറയട്ടെ. 1995 നമ്മുടെ ICA എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹോൾ ഓഫ് ദ വേൾഡ് ഒരു ICA പ്രിൻസിപ്പിൾ ഫൈനലി കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന പ്രിൻസിപ്പിൾ എത്രയാണ്? ടോട്ടൽ എത്ര പ്രിൻസിപ്പിൾ ആണ് അതിൽ? ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? അത് 7 ആണ് അല്ലെ. 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്ത് പോകുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. അത് 1995 അതിന്റെ ഒരു ഫൈനൽ ഷേപ്പ് കൊടുത്തത് അല്ലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, അതിന് വേറൊരു പേരിൽ നമ്മൾ അറിയപ്പെടാറുണ്ട്. ഇറ്റ്സ് നോൺ ആസ് കാർവേഴ്സ് പ്രിൻസിപ്പിൾ. DJ കാർവെയാണ് ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. പലവട്ടം PYQ ആണ്, നോട്ട് ചെയ്ത് പോകുക. അതിന് കാർവേസ് പ്രിൻസിപ്പിൾ എന്ന് കൂടി പറയാറുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഫൈനലി ആഡ് ചെയ്തൊരു പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അത് നമ്മുടെ കനേഡിയൻകാരനായ ഐവാൻ മക്പേഴ്സൺ ആണ് എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള 7 പ്രിൻസിപ്പിൾസ് നോക്കാം. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ആ ഓർഡറിൽ തന്നെ പഠിക്കുക. ഒരു പ്രാവശ്യം ഈ ഓർഡർ വൈസ് എന്ത് ചെയ്യുക? റീഅറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പാടില്ല? പതറാൻ പാടില്ല. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ഓർഡർ എന്നാണ് നോക്കാം. ഫസ്റ്റ് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ് ആൻഡ് ഫൈനലി കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ICA നമ്മൾ പറഞ്ഞതിലൊക്കെ ഉള്ള കാര്യങ്ങളാണോ എന്ന് നോക്കാം അല്ലെ. ഈ 4 പോയിന്റ് വരുന്നത് ഓപ്ഷൻ ഏതാണ്? 1, 2, 3, 4 വരുന്നത് A ഓപ്ഷൻ ഉണ്ട്. ബിയിൽ പറഞ്ഞത് 1 and 2 ഓൺലി, സിയിൽ 1, 2, 3 ഓൺലി, ഡിയില് 1, 3 ഓൺലി. നമ്മൾ പഠിച്ച ആൾക്കാരാണ്. നമുക്ക് അറിയാം ICAയുടെ മാഞ്ചസ്റ്ററിൽ കണ്ടക്ട് ചെയ്താൽ ഫൈനൽ ഷേപ്പ് കൊടുത്തിട്ടുള്ള ICA പ്രിൻസിപ്പിൾ ഈ 4 പ്രിൻസിപ്പിൾ എന്ത് വരും. അതുകൊണ്ട് തന്നെ ഇതിന്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ A ആണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ആൻസർ മൈൻഡിൽ വിചാരിക്കുക. നമുക്ക് നോക്കാം ആൻസർ കറക്റ്റ് ആണോ ഇല്ലേ എന്ന്. കറക്റ്റ് ആണ്. നിങ്ങളെ പോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച ആൻസറും കറക്റ്റ് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്?
നല്ല വെൽ തറവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് മനസ്സിലായിട്ട് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരു റിവിഷൻ മോഡിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, കോപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു, സോഷ്യലിസം ഇപ്പൊ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ നമ്മൾ കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. അതുവരെ till then goodbye, take care. ഹായ് എവരിവൺ. ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് JCയുടെ എക്സാമിന് അടുത്ത നമ്മൾ ഓൾറെഡി 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയല്ലോ. ഇനി നെക്സ്റ്റ് 10 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് 11th ക്വസ്റ്റ്യൻ, വിച്ച് ആർ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ കേരള? അതായത് കേരളത്തിലെ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻസ് നോക്കാം. മാർട്ട്ഫെഡ് ഉണ്ട്, കേരഫെഡ്, പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഇത്രയുമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പറയട്ടെ, നമ്മുടെ സൊസൈറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് സൊസൈറ്റീസും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസും. അതിൽ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വരുന്നത് ഏതൊക്കെയാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വരും, പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വരും, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് വരും, KS കാർഡ്, പി കാർഡ്, പാക്സ്, ഇതൊക്കെ വരും അല്ലെ. അത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ഇനി ഈ പറയുന്ന മാർക്കറ്റ് ഫെഡ്, കേരഫെഡ്, ഹൗസിംഗ് സൊസൈറ്റീസ്, പിന്നെ അതുപോലെ തന്നെ CST സൊസൈറ്റീസ്, നമ്മുടെ ലേബർ സൊസൈറ്റീസ്, ഇതെല്ലാം എന്താണ്? അതൊക്കെ നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇത് സിമ്പിൾ ആണല്ലേ, നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കിയേ, നമുക്കറിയാം മാർക്കറ്റ് ഫെഡ്, കെയർ ഫെഡ്, ഹൗസിംഗ് സൊസൈറ്റി, അതൊക്കെ എന്താണ്? അതെല്ലാം നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ഇനി ഈ കൂട്ടത്തിൽ ചേരാത്തവനായിട്ട് നിൽക്കുന്നത് ആര് മാത്രമാണ്? അത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് അല്ലെ. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് സൊസൈറ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 and 2 ഓൺലി ആണ്. രണ്ട് മാർക്കറ്റ് ഫെഡും കെയർ ഫെഡും എന്താണ്? നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് അല്ലെ. ഇനി പ്രൈമറി ഹൗസിംഗ്, സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നതാണ് പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റിയും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് DCBയും. പക്ഷെ അതിൽ DCB എന്താണ്? അത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻസ് തെറ്റാണ്, ഫസ്റ്റ് ഓപ്ഷൻസും തെറ്റാണ്. ഇനി ഓൾറെഡി ഈ ക്വസ്റ്റ്യനിലെ ആൻസർ തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. 1ഉം 2ഉം 3ഉം ആണ് നമ്മുടെ എന്താ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. മാത്രമല്ല ഡയറക്റ്റ് ആയിട്ട് വന്നിരുന്നാണ് നമ്മളോട്. ഫസ്റ്റ് 10th ക്വസ്റ്റ്യനിലെ പോലെ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ഇതിൽ ആവശ്യമില്ല. നേരെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇതും വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു മനസ്സിലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ ക്വസ്റ്റ്യൻ? വിച്ച് സൊസൈറ്റീസ് ഈസ് ഓർഗനൈസ്ഡ് mainly for providing employment opportunities to unskilled workers in rural areas. അതായത് റൂറൽ ഏരിയാസിൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനാണെങ്കിൽ കൂടി എംപ്ലോയ്മെന്റ് ഫെസിലിറ്റി കിട്ടുന്ന സൊസൈറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് നോക്കാം. വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, ടൂറിസം കോപ്പറേറ്റീവ്സ് ഉണ്ട്, ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ഉണ്ട്, കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് ഉണ്ട് അല്ലെ. ഇനി വനിതാ കോപ്പറേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്? അവർ ഏത് സൊസൈറ്റീസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അതില് ആ വനിതകള് എന്തായിരിക്കണം? മസ്റ്റ് ആയിട്ട് ക്വാളിഫൈഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് സ്കില്ല് ഉണ്ടായിരിക്കണം ആ ഒരു വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻസ് കട്ട് ചെയ്യാം. ഇനി ടൂറിസം കോപ്പറേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു സ്കില്ല് ആവശ്യമാണ്. കാരണം ഏതൊക്കെ ടൂറിസം ഏരിയാസ് ഉണ്ട്, ഏതൊക്കെ ട്രാവലിംഗ് അവിടെ അലൗഡ് ആണ്, എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, മീൻസ് ടൂറിസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇതൊക്കെ അറിയണം. അതിന് നല്ലൊരു സ്കിൽഡ് പേഴ്സൺ തന്നെ ആയിരിക്കണം. അതുകൊണ്ടിട്ടാണല്ലോ ടൂറിസം ഒക്കെ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇനി ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ഉണ്ട് അല്ലെ. അത് അവിടെ നിൽക്കട്ടെ. കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ്, അപ്പൊ അത്യാവശ്യം പ്രിന്റിംഗ് പ്രസ്സിലെ പ്രിന്റിംഗ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അതും സ്കില്ല് തന്നെയാണ്. ഇനി ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലോട്ട് പോകുമ്പോൾ എന്താണ്? അതായത് ഒരു സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരനാണെങ്കിൽ കൂടി ഒരു ചുമട് കല്ല് പൊക്കാനോ മണ്ണ് പൊക്കാനോ എന്തിനു വേണ്ട? അതിൻ്റെതായുള്ള സ്കില്ല് ആവശ്യമില്ല അല്ലെ.
ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ വരുന്ന കൂലിപ്പണി വന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതായിരിക്കും? നമുക്ക് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിരിക്കും കുറച്ചുകൂടി ആപ്റ്റ് അല്ലേ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സോറി, ഇതിൽ ഓപ്ഷൻസ് ഇല്ല, നമ്മൾ നേരെ ആൻസറിലോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ആണ്. അപ്പൊ ഈ രണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നമ്മൾ നേരെ പോകുന്നു, നെക്സ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ആർ ദ ഇന്റേണൽ സോഴ്സസ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഒരു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്റേണൽ ആയിട്ടുള്ള സോഴ്സ്, ഇൻകം സോഴ്സ് ഏതാണെന്ന് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, എൻട്രൻസ് ഫീസ് തന്നിട്ടുണ്ട്, റിസർവ് ഫണ്ട് തന്നിട്ടുണ്ട്, ഗ്രാന്റ്സ് ആൻഡ് സബ്സിഡീസ് ഫ്രം ഗവൺമെന്റും തന്നിട്ടുണ്ട്. നമ്മുടെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഏതാണ്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണല്ലേ. അപ്പൊ അതിന്റെ ഇന്റേണൽ സോഴ്സസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 3 ഐറ്റംസ് ആണ് ഷെയർ ക്യാപിറ്റലും, എൻട്രൻസ് ഫീസും, റിസർവ് ഫണ്ടും. ഇത് മൂന്നും എന്താണ്? ഇന്റേണൽ സോഴ്സസ് ആണ്. സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് ഈ 3 ഐറ്റം തന്നെയാണ്. പക്ഷേ ഗവൺമെന്റിൽ നിന്നുള്ള ഗ്രാന്റ്സും സബ്സിഡീസും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് ലഭിക്കില്ല, ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 1, 2, 3 ആയിരിക്കും അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അങ്ങനെയല്ലേ അല്ലേ? ഓക്കെ, അതെ, ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുണ്ട്, 1, 2, 3 തന്നിട്ടുണ്ട്. ബി 1 and 2 തന്നിട്ടുണ്ട്. സി എന്ത് പറഞ്ഞിട്ടുണ്ട്? 1 ഓൺലി തന്നിട്ടുണ്ട്. ഡി പറഞ്ഞിട്ടുണ്ട് 1, 2, 3 and 4 തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ 4 നമ്മൾ പറഞ്ഞു ഗ്രാന്റ്സ് ആൻഡ് സബ്സിഡീസ് ഫ്രം ഗവൺമെന്റ് എന്തല്ല, കറക്റ്റ് ആൻസർ അല്ല. അപ്പൊ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? എ സെലക്ട് ചെയ്യാം. നമ്മൾ എ സെലക്ട് ചെയ്തല്ലോ. നമുക്ക് ആൻസറിലോട്ട് നോക്കാം. ആൻസർ കൊടുത്തിരിക്കുന്നത് എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് പോവുക. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സിന് ഗ്രാന്റ്സും സബ്സിഡീസും ഫ്രം ഗവൺമെന്റ് എന്തല്ല, അലൗഡ് അല്ല. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. അതിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ടു പ്രൊവൈഡ് ലോൺസ് ടു അഫിലിയേറ്റഡ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതായത് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്തപ്പെടുന്ന എല്ലാ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിനും ലോൺസ് ആൻഡ് ഫെസിലിറ്റീസ് എന്താ പ്രൊവൈഡ് ചെയ്യുക. കറക്റ്റ് ആണോ? ആണോ? അതെ, കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് എന്താ? ടു അറേഞ്ച് ഫോർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അഫിലിയേറ്റഡ് സർവീസ്. ഇവരുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സൊസൈറ്റീസിനെ സൂപ്പർവിഷനും കൺട്രോളും അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവാണ്. കറക്റ്റ് ആണ്, ഒരു സംശയവുമില്ല. ഇവർ അഫിലിയേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു കണ്ണ് എപ്പോഴും എന്തിലുണ്ടാവും? ഈ അഫിലിയേറ്റഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സൊസൈറ്റീസിന്റെ മേളിൽ ഉണ്ടാകും. ഇനി പറഞ്ഞിരിക്കുന്നത് ടു മെയിൻറ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. കറക്റ്റ് ആണല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അത് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പൊ അതും കറക്റ്റ് ആണ്. ഇനി ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ടു ഓപ്പൺ ബ്രാഞ്ചസ് ഓഫ് ദ ബാങ്ക്. അതായത് ഓരോ ബാങ്കിന്റെയും ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുമെന്നുള്ളത്. അപ്പൊ അതെന്താണ്? അതും കറക്റ്റ് ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഉണ്ടാകും നോക്കാം. 1 and 2 ഓൺലി, 1, 2, 3 and 4, 1, 2 and 3, 3 and 4 ഓപ്ഷൻ ഉണ്ട് അല്ലെ. ബി ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒബ്ജക്റ്റീവ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ എന്താണ്? ഒബ്ജക്റ്റീവ് ആണല്ലേ. നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പോയിന്റ്സ് പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് പോകുക. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എവിടെയാണ് ഫോം ചെയ്തത്? അത് ജർമ്മനിയാണല്ലേ. ഇനി ചില സമയത്ത് എക്സ്പാൻഷൻ ചോദിക്കും. DCBയുടെ എക്സ്പാൻഷൻ എന്താ? അത് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഇനി ഫെർട്ടിലൈസേഴ്സിന് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. അതുപോലെ തന്നെ ഇതിന് നോൺ ഓവർ ഡ്യൂ കവർ കണ്ടീഷൻ സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നത് നബാർഡ് ആണ്. ഇനി അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ബാങ്കാണ് ഷോർട്ട് ടേം ലോൺസും മീഡിയം ടേം ലോൺസും പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഇനി ഈ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫണ്ട്സ് ബോറോ ചെയ്യുന്നത് എവിടെ നിന്നാണ്? അത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ്.
ഏത് കമ്മിറ്റിയാണ് ഒരു സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് മസ്റ്റ് ആയിട്ട് ഒരു ഡിസ്ട്രിക്റ്റിൽ വേണമെന്ന് റെക്കമെൻഡ് ചെയ്തത്? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓരോ പോയിന്റും നോക്കി നോക്കി വെക്കുക. ഗോർവാല കമ്മിറ്റിയാണ് പറഞ്ഞത് ഒരു ഡിസ്ട്രിക്റ്റിൽ മസ്റ്റ് ആയിട്ട് ഒരു സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞത്. ഇനി ഈ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കിന് ബാങ്കിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ കൊടുത്തത് മഹാജൻ കമ്മിറ്റിയാണ്. നോക്കിപ്പോകുക, മഹാജൻ കമ്മിറ്റി. ഇനി ഏത് അതായത് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏത് കമ്മിറ്റിയാണ്? അത് EV കുമാരൻ കമ്മിറ്റിയാണ്. ഓക്കെ, ഇനി ഏത് കമ്മിറ്റിയാണ് ഫോർമലി ഇതിന്റെ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഫോർമേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? മക്ലഗാൻ കമ്മിറ്റിയാണ്. ഓക്കെ, ഇനി ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന വേറൊരു കമ്മിറ്റിയാണ് ടെക്നിക്കൽ കമ്മിറ്റി. ഇനി ടെക്നിക്കൽ കമ്മിറ്റി എന്താ ചെയ്യുന്നത്? ആ ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യും. ലാൻഡിന്റെയും ക്രോപ്സിന്റെ ടൈപ്പ് അനുസരിച്ച് അതിന് കൊടുക്കാനുള്ള എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് ഫിക്സ് ചെയ്യും. നിലവില് എത്ര ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് കേരളയില്? 14 ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് അല്ലേ? ഇനി ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ഓഫ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയപ്പെടുന്നത് സതീദേവിയാണ്. ഓക്കെ, ഏതാണ്? സതീദേവി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് സതീദേവിയാണ്. ഇനി ബാലമിത്ര സ്കീം, മൈനേഴ്സിനുള്ള സേവിംഗ് അക്കൗണ്ട് ആണ് ബാലമിത്ര സ്കീം. അത് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. കോഴിക്കോടിലുള്ള ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് ബാലമിത്ര ഫോർ മൈനർ കൊണ്ടുവന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ജീവൻ നിക്ഷേപ അക്കൗണ്ട് ഫോർ സ്കൂൾ ചിൽഡ്രനിന് ജീവൻ നിക്ഷേപ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് പത്തനംതിട്ടയിലുള്ള ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഏതാണ്? പത്തനംതിട്ടയിലുള്ള ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്. പിന്നെ ഇത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, ആലയം എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്ന്. ആലയം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് കൊടുക്കുന്ന ഒരു ഹൗസിംഗ് ലോൺ ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥലം കൊല്ലമാണ്. ഏതാണ്? കൊല്ലം. ആലയം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കൊല്ലം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതൊരു ഹൗസിംഗ് ലോൺ ആണ്. പിന്നെ സ്വയം വർധന എന്നുള്ള ഒരു ഡെപ്പോസിറ്റ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൊല്ലമാണ്. അപ്പൊ ഓർത്ത് വെക്കുക, ആലയ ഹൗസിംഗ് ലോൺ ആണ്. പിന്നെ അതുപോലെ തന്നെ സ്വയം വർധന ഈ പറഞ്ഞിരിക്കുന്ന കൊല്ലം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ്. ഇനി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് വയനാട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉള്ളത് ഗണപതി നായരാണ്. ഇത് എടുത്തു പറയാൻ കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനുള്ളത്. ഇനി ബ്രാഞ്ച് വൈസ് നോക്കുകയാണെങ്കിൽ ഏത് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. ഓർത്തുവെക്കുക, ഏറ്റവും വലിയ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് തിരുവനന്തപുരം. ഇനി ഫസ്റ്റ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ഏറ്റവും ലാസ്റ്റ് ഫോം ചെയ്ത ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള എന്ന് പറഞ്ഞാൽ അത് കാസർഗോഡാണ്. കെയിൽ നിന്ന് തുടങ്ങി കെയിൽ അവസാനിച്ച് നിൽക്കുകയാണ് അല്ലെ. ഇനി ഓൺലി വൺ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. ഇത് പല വട്ടം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. അതായത് കേരള എന്ന സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരേ ഒരു ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് അത് നമ്മുടെ മലബാർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഓക്കെ, ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു നോട്ടിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലോട്ടോ എങ്ങനെയാലും എന്ത് ചെയ്യുക, ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്, ഇതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. നമ്മുടെ ആൻസർ പ്രകാരം ഇതെല്ലാം എന്താണ്, ഈ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ ബി ആണ്. ഇത് കറക്റ്റ് ആണോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. അതെ, കറക്റ്റ് ആണ്. എല്ലാ പോയിന്റ്സും നമ്മുടെ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് 16th ക്വസ്റ്റ്യനിലോട്ടാണ്. നോക്കാം, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ്. അതും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ദ ഫോളോവിംഗ് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് പീകാർഡ് ബാങ്ക്. വാട്ട് ദ എക്സ്പാൻഷൻ ഓഫ് പീകാർഡ് ബാങ്ക്? പ്രൈമറി ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് അല്ലെ. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് PSC തന്നിരിക്കുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? ടു പ്രൊമോട്ട് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. എന്താണ്? പ്രൊമോട്ട് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുക. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ
അതെന്തായിരിക്കും മെമ്പേഴ്സിന്റെ എക്കണോമിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും ഏത് ടൈപ്പ് ഇൻട്രസ്റ്റ് ആണെന്ന് എന്തെങ്കിലും എന്ത് ചെയ്യും പ്രൊട്ടക്ട് ചെയ്യും. ടു ലെൻഡ് ഓൺ സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റിന് എന്ത് കൊടുക്കും ലോൺസ് പ്രൊവൈഡ് ചെയ്യും. പർച്ചേസ് ഓഫ് മെഷീനറി പർച്ചേസ് ചെയ്യാനായിട്ടും എന്ത് കൊടുക്കും ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കും. ടു പ്രൊവൈഡ് ലോൺ ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ത് കൊടുക്കും ലോൺസ് കൊടുക്കും. ഈ 3 ഒബ്ജക്റ്റീവും ഒരു പീകാർഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഈ 4 ഒബ്ജക്റ്റീവും ഈ പീകാർഡ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. A 1 and 2 only, 1 2 3 only, 2 and 3 only, all of the above. ഞാൻ പറഞ്ഞു ഇതെല്ലാം പീകാർഡ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെങ്കിൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലെ? നമുക്ക് നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണോ എന്ന്. ആൻസർ കറക്റ്റ് ആണ്. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം എന്താണ് പീകാർഡ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവിൽ പെടുന്നതാണ്. ഇനി നമുക്ക് പീകാർഡ് ബാങ്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇത് പീകാർഡ് ബാങ്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് സെക്ഷൻ അനുസരിച്ചിട്ടാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ OC പ്രകാരമാണ് പീകാർഡ് ബാങ്ക് എന്ത് ചെയ്തിരിക്കുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പ്രസന്റ് കേരളത്തിൽ എത്ര പീകാർഡ് ബാങ്ക് വർക്ക് ചെയ്യുന്നുണ്ട്? അത് 63 ആണ്. 63 പീകാർഡ് ബാങ്ക് ആണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളത്. ഇനി പീകാർഡ് ബാങ്കിൽ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? അത് അഗ്രികൾച്ചറൽ ഓഫീസർ ആണ്. അദ്ദേഹം തന്നെയാണ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ടെക്നിക്കൽ എൻക്വയറി TER എന്ന് ഷോർട്ടിലും ചോദിക്കാട്ടോ. അത് ഇഷ്യൂ ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ ഓഫീസർ ആണ്. അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഓഫീസർ തന്നെയാണ്. പിന്നെ ഇതിന്റെ കേസിൽ പീകാർഡ് ബാങ്കിലുള്ള ഒരു കസ്റ്റഡിയൻ ഓഫ് ഡിസ്ചാർജ് വൗച്ചർ ഫയലിന് ഒരു DV ഉണ്ട്. അതിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഡിസ്ചാർജ് വൗച്ചർ ഫയൽ. അത് കാണപ്പെടുന്നത് എവിടെയാണ്? അത് പീകാർഡ് ബാങ്കിലാണ്. അതിന്റെ കസ്റ്റഡിയൻ എന്ന് പറയുന്നത് ആരാണ്? അത് വാല്യുവേഷൻ ഓഫീസർ ആണ്. അപ്പൊ ഇതിൽ ഡൗട്ട് വരാനുള്ള 2 ഓഫീസേഴ്സ് ആണ്. ഒന്ന് അഗ്രികൾച്ചറൽ ഓഫീസറും രണ്ടാമത്തത് വാല്യുവേഷൻ ഓഫീസറും. അപ്പൊ കസ്റ്റഡിയൻ ഓഫ് DV വൗച്ചർ മീൻസ് വാല്യുവേഷൻ. വൗച്ചേഴ്സ് ആണല്ലോ നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അപ്പൊ വൗച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കസ്റ്റഡിയൻ എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫീസർ ആയിരിക്കും. അപ്പൊ അത് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഫറൻസ് ഉണ്ടാവില്ല ഡെവലപ്മെന്റിന് മുൻപുള്ള ഇൻകവും അതുപോലെ തന്നെ ഇവർ ലോൺസ് കൊടുത്ത് ഡെവലപ്മെന്റ് നടത്തിയതിനു ശേഷം വരുന്ന ഡിഫറൻസും തമ്മിലുള്ള ഇൻകത്തിനെ നമ്മൾ വിളിക്കുന്നു ഇൻക്രിമെന്റൽ ഇൻകം. ആരാണ് ഇൻക്രിമെന്റൽ ഇൻകം? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്രികൾച്ചറൽ ഓഫീസറുടെ കാര്യങ്ങൾ കുറെ പറഞ്ഞു അല്ലെ. ആ അഗ്രികൾച്ചറൽ ഓഫീസർ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കും. അദ്ദേഹം 5 ലക്ഷം വരെയുള്ള ലോൺ എമൗണ്ട് എന്ത് ചെയ്യും? ഇദ്ദേഹം ആയിരിക്കും വാല്യൂ ചെയ്യുന്നത്. ഇനി 5 ലക്ഷത്തിന് മുകളിലുള്ളതാണെങ്കിൽ ആരായിരിക്കും വാല്യൂ ചെയ്യുന്നത്? വാല്യുവേഷൻ ഓഫീസർ ആയിരിക്കും. ഇനി 5 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 1 ലാഖിന് താഴെയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിലെ സൂപ്പർവൈസർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വാല്യൂ ചെയ്യുന്നത്. ഇനി മാക്സിമം ലോൺ എടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 500. നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിനിമം ലോൺ ആപ്ലിക്കേഷൻ എമൗണ്ട് 75ഉം മാക്സിമം ലോൺ ആപ്ലിക്കേഷൻ എമൗണ്ട് 500ഉമാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പീകാർഡ് ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോട്ട് ചെയ്ത് പോകുക. ഇനി 17th ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഒബ്ജക്റ്റീവ് റിലേറ്റഡ് ടു നാഫെഡ്. അതായത് നാഫെഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, ടു ഓർഗനൈസ് പ്രൊമോട്ട് ആൻഡ് ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് പ്രോസസിംഗ് സ്റ്റോറേജ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. കണ്ണടച്ച് പറയാം, നമുക്ക് ശരിയാണെന്ന് പറയാം അല്ലെ. ഇനി നെക്സ്റ്റ് എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ മെഷീനറി. അത് പ്രോസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാകും? അഗ്രികൾച്ചറൽ മെഷീനറിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. ഇനി ഇൻട്രാ ആൻഡ് ഇന്റർസ്റ്റേറ്റ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ്. നാഫെഡിന് എന്തുണ്ട്? ലൈസൻസ് ഉണ്ടല്ലേ. അപ്പൊ അതും കറക്റ്റ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് മാർക്കറ്റിംഗ് റിസർച്ച്, ടു അണ്ടർടേക്ക് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? നാഫെഡ് ആണ്. അപ്പൊ നാഫെഡിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ പോയിന്റ്സും എന്ത് തന്നെയാണ്?
കറക്റ്റ് ആണ്. അപ്പൊ പഠിച്ചു പോകുക. സ്റ്റോറേജ് പ്രൊഡക്റ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും നാഫെഡിനുള്ള അധികാരമുണ്ട്. അഗ്രികൾച്ചറൽ മെഷീനറി എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ് അനലൈസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് റിസർച്ചും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണ് അല്ലേ? നമുക്ക് നോക്കാം, ഓപ്ഷൻസും നോക്കാം. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഞാൻ വായിക്കുന്നില്ല. നമ്മൾ ഈ ആൻസറിൽ നിന്ന് തന്നെ കണ്ടുകിട്ടാം നമുക്ക് എന്താണ്? ഓൾ ഓഫ് ദി എബവ് ആണ്. നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഡി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നോക്കാം ആൻസർ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഡി ഓൾ ഓഫ് ദി എബവ് കറക്റ്റ് ആണ് അല്ലേ? നമുക്ക് നാഫെഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. എന്താ നാഫെഡിനെ കുറിച്ച് പറയാനുള്ളത്? ഗാന്ധി ജയന്തി ദിനത്തിൽ 1958 എന്ത് പ്രൊവൈഡ് ചെയ്തത്? എന്ത് സ്റ്റാർട്ട് ചെയ്തത്? നാഫെഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, ഗാന്ധി ജയന്തി ദിനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓർഗനൈസേഷൻ ഏതാണ്? അത് നാഫെഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവര് ഷോർട്ട് ടേം ലോണ് അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്? കൊമേഴ്ഷ്യൽ പേപ്പർ വഴിയാണ് അല്ലേ? പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റിന് യാതൊരു തരത്തിലുള്ള എക്വിറ്റി പാർട്ടിസിപ്പേഷൻസ് ഒന്നും നാഫെഡിലില്ല. ഓക്കെ, ഇനി നാഫെഡിന് ഒരു കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. അതെവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സബ്സിഡിയറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് സപ്ലൈയിങ് അഗ്രികൾച്ചറൽ ഇൻപുട്സ്. അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. കണ്ടോ, അഗ്രികൾച്ചറൽ മെഷീനറീസ് ഒക്കെ ഉള്ളത്. പിന്നെ ഇതിന് പോസ്റ്റ് ഹാർവെസ്റ്റ് സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത കോൾഡ് സ്റ്റോറേജ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാരാഷ്ട്രയിലാണ്. ഫോറിൻ ട്രേഡുമായിട്ട് എൻട്രി ചെയ്തിരിക്കുന്നത് ദുബായുമായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് NHRDF. ഒന്ന് നോട്ട് ചെയ്ത് പോയേക്കാം. NHRDF എന്താണ്? എക്സ്പാൻഷൻ നാഷണൽ ഹോർട്ടികൾച്ചറൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫംഗ്ഷൻ. ഇത് നാഫെഡുമായി റിലേറ്റഡ് ആണ്. ചില സമയത്ത് ഇതിന്റെ എക്സ്പാൻഷനും ചോദിക്കാം. എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നവംബർ 1977 ആണ് കേട്ടോ. ഇനി ഇതിനൊരു ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഉണ്ട്. അത് ഇൻഡോർ ആണ്. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ബയോ ഫെർട്ടിലൈസർ ഉള്ളത്. ഇനി ഇതിന്റെ കോർപ്പറേറ്റ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ടൂർ ആണ്. മറന്നു പോകരുത്. നാഫെഡിന്റെ പബ്ലിക്കേഷൻ എന്താണ്? കോഓപ്പറേറ്റീവ് ടൂർ ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് പോകാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ് കേട്ടോ. അപ്പൊ നാഫെഡിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ നെക്സ്റ്റ് സ്ലോട്ടിലോട്ട് പോവുകയാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, choose the most appropriate answers. The powers of NCDC. നമ്മൾ പോകാൻ പോകുന്നത് ഏതിനെ കുറിച്ചിട്ടാണ്? NCDCയുടെ കാര്യങ്ങളാണ് അല്ലേ? എന്ന് പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസ് ലോൺസ് ഗ്രാൻസ് ആൻഡ് സബ്സിഡി ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ ഫിനാൻസിങ് കോഓപ്പറേറ്റീവ് ആക്ടിവിറ്റി, കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കറക്റ്റ് ആണ് അല്ലെ? NCDC എന്തെയും സ്റ്റേറ്റ് ഗവൺമെന്റിന് ഫിനാൻസ് ലോൺസ് ആയിട്ടും ഗ്രാൻസ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ? പ്രൊവൈഡ് ലോൺസ് ആൻഡ് ഗ്രാൻസ് ഡയറക്ട്ലി ടു നാഷണൽ ലെവൽ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമല്ല നാഷണൽ ലെവലിലായിട്ടുള്ള കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിനും ഇവർക്ക് എന്ത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതുണ്ട്? ഗ്രാന്റ് ഉണ്ട്. മീൻസ് റൈറ്റ് എന്നൊക്കെ പറയില്ലേ, അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരം, പവർ ഉണ്ട് ഈ പറയുന്ന നാഷണൽ ലെവൽ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ നാഷണൽ ലെവൽ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ ഷെയർ ക്യാപിറ്റലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പവറും ഈ പറയുന്നു NCDCക്ക് ഉണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹെൽപ്പ് ദ ലോങ് ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ലോങ് ടേം ആയിട്ടുള്ള ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺസ് ആൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യാം? ലോൺസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരം NCDCക്ക് ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം NCDCയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കറക്റ്റ് ആണ്. കറക്റ്റ് പവേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഈ 4 വരുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് 1, 2, 3 and 4 ഉണ്ട്. 1 and 2, 2 and 4, 1. ഓൾറെഡി നമുക്ക് പറഞ്ഞു കഴിഞ്ഞല്ലേ 1 and 2. സോറി, എയിലുണ്ട് 1, 2, 3 and 4. അപ്പൊ നമുക്ക് ഏ തന്നെയാണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. കറക്റ്റ് ആണ്, ഏ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് NCDCയെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയട്ടെ മിസ്. The expansion of NCDC, National Cooperative Development Corporation.
എന്താണ് NCDCന്റെ എക്സ്പാൻഷൻ? നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇത് ആക്ട് പാസ്സായിരിക്കുന്നത് 1962 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1963 ഇത് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, നോർത്ത് വെക്കുക. അതുപോലെ തന്നെ ആക്ട് നമ്പർ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണോ ആക്ട് പാസ് ചെയ്തത് അത് 1962 ആണല്ലോ. ആ 62 മറിച്ചിട്ടതാണ് ഇതിന്റെ ആക്ട് നമ്പർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾക്ക് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ. അത് NCDC ആക്ട് പാസ് ചെയ്തത് 1962, ആക്ട് നമ്പർ 26 എസ്റ്റാബ്ലിഷ് ചെയ്തത് മാർച്ച് 14, 1963. ഇനി ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് NCDC ആയിട്ട് മാറിയത്? നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് NCDC ആയിട്ട് മാറിയത്. ഇനി അതുപോലെ തന്നെ എക്സ്പേർട്ട് കമ്മിറ്റി വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ NCDCന്റെ ഫോർമേഷന് വേണ്ടി. അത് 1970 ഇനി ഏതിനെയാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാത്ത കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളത് NCDC ആണ്. നോക്കി വെക്കുക, ഇത് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഏത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്? അത് നമ്മുടെ NCDC ആണ്. ഇനി അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ICDP ഡെവലപ്പ് ചെയ്തത് ആരാ? NCDC ആണ് അല്ലേ. ഫസ്റ്റ് ICDP എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയില് നാദിയ ഡിസ്ട്രിക്ട് ഇൻ വെസ്റ്റ് ബംഗാൾ ആണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. 1986-87 കാലഘട്ടത്തിലാണ് നാദിയ ഡിസ്ട്രിക്റ്റില്, വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്ട് എന്ന സ്ഥലത്ത് ICDP ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ICDP ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് പഞ്ചവത്സര പദ്ധതി പ്രകാരമാണെന്ന് ചോദിച്ചാൽ അത് 7ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് ICDP ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി കേരളത്തിലെ 2 ഡിസ്ട്രിക്റ്റിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ICDP ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അത് വയനാടും പാലക്കാടുമാണ്. ഓർത്തു വെക്കുക, ഏതാണ്? വയനാടും പാലക്കാടും. ഇനി ICDPക്ക് ICDPയുടെ പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? അത് നമ്മുടെ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പൊ ആ പോയിന്റ് ഒക്കെ ഒന്ന് നോക്കി പോകുക. ദ പേഴ്സൺ ആക്ട് ആസ് എ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ICDP എന്ന് പറയുന്നത് സെക്രട്ടറി ഗവൺമെന്റ് ആണ്. അപ്പൊ NCDC പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള വേറൊരു സബ് ടോപ്പിക് ആണ് ICDP എന്ന് പറയുന്നത്. ഇനി NCDCന്റെ മാനേജ്മെന്റ് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. സുപ്രീം ബോഡി ഓഫ് NCDC എന്ന് പറയുന്നത് ജനറൽ കൗൺസിൽ ആണ്. ജനറൽ കൗൺസിലിൽ 51 മെമ്പേഴ്സ് ഉണ്ടാകും. ഡയറക്ടേഴ്സിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാകും? 12 മെമ്പേഴ്സ് ഉണ്ടാകും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. NCDCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആയിരിക്കും. വൈസ് പ്രസിഡന്റ് ആരായിരിക്കും? എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ബോർഡ് മീറ്റിംഗ് ആയിരിക്കും. ഓക്കെ. റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. എത്ര റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്? 18 റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി മെമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മളോട് ഇതേപോലെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ മെമ്പർ ആരൊക്കെയാണ്. രജിസ്ട്രാർ ഉണ്ടാവും, നോൺ ഒഫീഷ്യൽ കോർപ്പറേഷൻ, നാഷണൽ ലെവൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻസ്, RBI, SBI, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇവരൊക്കെ NCDCയിൽ ആരാണ്? മെമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NCDയുമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെയോ നോക്കി വെക്ക് കേട്ടോ. ഇനി which is the apex development bank in the country for supporting and promoting agricultural and rural development? apex development bank എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. നബാർഡ് അല്ലേ? NDDB അല്ല, NCDC അല്ല, നബാർഡ്, നാഫെഡ്. നമുക്ക് നോക്കാം ആൻസർ സി ആണോ എന്നുള്ളത് നോക്കാം. സി ആണ്, ഒരു സംശയവുമില്ല അല്ലെ. അപ്പൊ കുറച്ച് നബാർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. എക്സാം പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണല്ലേ നബാർഡ്. എന്ന് രജിസ്റ്റർ ചെയ്തത് 1982 ജൂലൈ 12. ആരുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ്? റഫീഖാർഡ് എന്ന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 1979 റഫീഖാർഡ് അപ്പോയിന്റ് ചെയ്തത്. അങ്ങനെ അതിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം 1982 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ റഫീഖാർഡ് 79 അപ്പോയിന്റ് ചെയ്തെങ്കിലും എന്നാണ് സബ്മിറ്റ് ചെയ്തത്? 1981 നമ്മുടെ നബാർഡിനെ കുറിച്ചുള്ള റഫീഖാർഡിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ വേറെന്താ? നബാർഡിന്റെ എക്സ്പാൻഷൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ അല്ലെ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നല്ലേ അതിനെ പറയുന്നത് അല്ലേ? അതിന്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ എത്രയായിരുന്നു? 100 ആയിരുന്നു അല്ലെ? ഓർമ്മയില്ല ഇതൊന്നും? ഇനി നബാർഡിന്റെ ചെയർമാൻ
അപ്പോയിന്റ് ചെയ്യാനുള്ള അതോറിറ്റി ആർക്കാണ്? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. പക്ഷെ ആരുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം? RBIയുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം. കോപ്പറേറ്റീവ് ബാങ്കിനെ എല്ലാം റീഫിനാൻസ് ചെയ്യാനുള്ള ഏജൻസി ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? നബാർഡാണ്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ RBIയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ചെയർമാന്റെ ഡ്യൂറേഷൻ മീൻസ് ഓഫീസ് പീരീഡ് എന്ന് പറയുന്നത് 5 years ആണ്. ഈ നാപ്കാർഡിന് 2 സബ്സിഡിയറീസ് ഉണ്ട്. അത് നാപ്കോൺസും നാപ്ഫിൻസുമാണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് നബാർഡ് ആരായിരിക്കും? അറിയോ? പലവട്ടം ചോദിച്ചിട്ടുണ്ട്. രാമകൃഷ്ണൻ അയ്യറാണ് ഫസ്റ്റ് നബാർഡിന്റെ ചെയർമാനായിട്ട് വന്നത്. രാമകൃഷ്ണ അയ്യർ. പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഭരണത്തിലുള്ള MLAക്കോ MPക്കോ നബാർഡിന്റെ മെമ്പർ ആകാൻ പാടുള്ളതല്ല. ഓക്കെ. ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? നബാർഡുമായിട്ട് കണക്റ്റഡ് ആണ്. 1988 കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവര് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 18 മാസം അല്ലെങ്കിൽ 7 years അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് അല്ലേ ലോൺസ്. അതൊക്കെ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ലോഞ്ച് ചെയ്തത് നബാർഡാണ്. അത് 1992 പിന്നെ അതുപോലെ തന്നെ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് വികാസ് വോളണ്ടറി വാഹിനി സ്കീം. 1992 ഇവര് കൊണ്ടുവന്ന ഒരു സ്കീമിന്റെ ന്യൂ നെയിമാണ്. അതായത് വികാസ് വോളണ്ടറി വാഹിനി സ്കീമിന്റെ പുതിയ പേരാണ് ഫാമേഴ്സ് ക്ലബ്ബ്. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കി പോവുക. ഫാമേഴ്സ് ക്ലബ്ബ് ഇൻട്രൊഡ്യൂസ് സ്റ്റാർട്ട് ചെയ്തത് 2005 പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പോയിന്റ്സ് കവർ ചെയ്തെന്ന് തോന്നുന്നു നബാർഡിന്റെ അല്ലേ? അതെ, ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് നോക്കി പോകുക. പിന്നെ അതുപോലെ തന്നെ ഫാമേഴ്സ് ക്ലബ്ബ് നോക്കി പോകുക. പിന്നെ അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ടും സെറ്റപ്പ് ചെയ്യുന്നത് നബാർഡ് തന്നെയാണ് കേട്ടോ. പിന്നെ നബാർഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് RIDF, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. എക്സ്പാൻഷൻ ചോദിക്കാം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡാണ്. റാങ്ക് മേക്കിംഗ് ആണ്, നോക്കിപ്പോയിക്കോ. ഇതാണ് RIDF. ഇനി അതുപോലെ തന്നെ CDF കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ടും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നബാർഡാണ്. 1993 CDF കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 crores ആയിരുന്നു. ഓക്കെ, എത്രയായിരുന്നു? 10 crores 2000. അതുപോലെ തന്നെ ഒരുവിധം RBI ആക്ടിന്റെ ഏതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു? സെക്ഷൻ 46B നമ്മുടെ RBI ആക്ട് പ്രകാരം നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് യൂസ് ടു കൺവേർട്ട് ഷോർട്ട് ടേം ലോൺ ആൻഡ് മീഡിയം ലോൺസ്. അതായത് RBIയുടെ സെക്ഷൻ 46B നമ്മുടെ നബാർഡുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഷോർട്ട് ടേം ലോൺ ആയിട്ടോ മീഡിയം ലോൺ ആയിട്ടോ നമുക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള സെക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോയി. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് എത്രയാണ്? ഓപ്ഷൻ നമ്മൾ നോക്കി. ഇനി ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ സർവീസ് ഓഫേർഡ് ബൈ NCHF നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ. അതാണ് എക്സ്പാൻഷൻ NCHFന്റെ. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു ഹൗസിംഗ് ഫെഡറേഷൻ ആണ് എന്നുള്ള മൈൻഡോട് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ്, ഗൈഡിങ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ദ മാറ്റർ ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് ഹൗസിംഗ് ഫെഡറേഷൻ. ഓഫ് കോഴ്സ് ഇത് എന്തുമായി കറക്റ്റ് നമ്മുടെ NCHFുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സർവീസസ് ആണല്ലേ, ഗവൺമെന്റിനെ ഗൈഡ് ചെയ്യുക ഹൗസിംഗ് ഫെഡറേഷൻസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കറക്റ്റ് ആൻസർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. പ്രൊവൈഡിങ് എ കോമൺ ഫോറം ടു മെമ്പർ ഫെഡറേഷൻ ടു എക്സാമിൻ പ്രോബ്ലം ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്. അതും കറക്റ്റ് ആണ്. അതായത് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിലെ ഫെഡറേഷൻ മെമ്പേഴ്സിന്റെ പ്രോബ്ലംസ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോറം ക്രിയേറ്റ് ചെയ്യുക. അതും NCHFന്റെ തന്നെയാണ്. ഇനി തേർഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അസിസ്റ്റിംഗ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഓൺ ജനറൽ ഇൻഷുറൻസ്. ഹൗസിന്റെ കാര്യമാണല്ലേ, നമുക്ക് ഇൻഷുറൻസ് കവറേജ് മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ അതിനുള്ള അസിസ്റ്റൻസും NCHF പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഫോർത്ത് എന്താണ്? അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ് ഇൻ ഓർഗനൈസിംഗ് കോഴ്സസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ. എല്ലാ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജിൽ എന്ത് ചെയ്യുക? അസിസ്റ്റ് ചെയ്യുക ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ് കോഴ്സസ് കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പൊ NCHFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പോയിന്റ്സും എന്താണ്? കറക്റ്റ് ആണ്. അത് നമുക്ക് അതുപോലെയുള്ള ഓപ്ഷൻസ് ഉണ്ടാകുന്ന നോക്കുക. നമുക്ക് ആൻസർ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മൈൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു മൈൻഡ് റീഡിങ് നടത്തുക. നോക്കുക. നമുക്ക് 1 and 1 only
1, 2, 3, 4 only. 1, 2 and 3 only. 2 only. അപ്പൊ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ. നിങ്ങളുടെ മനസ്സിലും ബി തന്നെ വന്നിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ബി തന്നെയാണോ? അതെ, ബി തന്നെയാണ്, കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇത്രയും നേരം നമ്മൾ സെലക്ട് ചെയ്തല്ല, JCAയുടെ നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫസ്റ്റ് ഈ സെക്കൻഡ് പാർട്ടിൽ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെയാണ് ഞാൻ തന്നിരിക്കുന്നത്. കൂടാതെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു പോയിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കേരള ബാങ്കിന്റെ ക്ലർക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ഒരു സെക്ഷനിൽ നമുക്ക് നെക്സ്റ്റ് 10 എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ടേക്ക് കെയർ.